ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ മാനേജ്മെന്റ് സ്റ്റുഡൻസിനാണെങ്കിലും എസ് ടൈപ്പിന് ചോദിക്കും. അതുപോലെ UGC നെറ്റ് പേപ്പർ 1ലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് 4 ഉണ്ട്. പിന്നെ മാനേജ്മെന്റിലും ഒരു സബ്ജക്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലായിടത്തും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സങ്ങൾ അല്ലേ? നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ഓവറായിട്ട് ഒരു നോയ്സ് വരുവാണ്. അപ്പൊ ആ ഒരു നോയ്സ് എന്ന് പറയുന്നത് ആ ഒരു കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തുന്ന, അതായത് കമ്മ്യൂണിക്കേഷനെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഹിൻഡ്രൻസ്, അതിനൊരു തടസ്സമായിട്ട് മാറുന്ന ഒരു ബാരിയർ ആണ് എന്ത് നോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പല തടസ്സങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ ബാരിയേഴ്സ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രധാനമായിട്ടും ഇത്രയും ബാരിയേഴ്സ് ആണ് വരുന്നത്: സെമാന്റിക് ബാരിയേഴ്സ്, ലാംഗ്വേജ് ബാരിയേഴ്സ്, ഇമോഷണൽ, പെർസെപ്ച്വൽ, കൾച്ചറൽ, ഫിസിക്കൽ, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഇത്രയധികം ബാരിയേഴ്സ് ആണ് ഒരു കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്നത്. കൂടാതെ ടെക്നോളജി പരമായിട്ടുള്ള ബാരിയേഴ്സും ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം നെറ്റ് സ്ലോ ആയിരിക്കുക, അല്ലെങ്കിൽ കണക്ഷൻ കട്ട് ആവുക. അപ്പൊ അത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉണ്ട്. മെയിൻ ആയിട്ടും ഇത്രയും ബാരിയേഴ്സ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്തത് സെമാന്റിക് ബാരിയേഴ്സ് ആണ്. സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫർ ടു ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് അറൈസ് ഫ്രം ഡിഫറൻസസ് ഇൻ ദ മീനിങ്സ് ഓഫ് വേർഡ്സ്, സിംബൽസ് ഓർ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉപയോഗിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ സിംബലുകൾ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, ഈ ഉപയോഗിക്കുന്ന വേർഡ്സിന്റെയും സിംബൽസിന്റെയും അർത്ഥങ്ങളിൽ വരുന്ന വ്യത്യാസം മൂലം ഉണ്ടാവുന്ന ഒബ്സ്റ്റക്കിൾസ് ആണ് ഈ സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെഫർ ടു ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് അറൈസ് ഫ്രം ഡിഫറൻസസ് ഇൻ ദ മീനിങ്സ് ഓഫ്, ഉപയോഗിക്കുന്ന വാക്കുകളില്, ചിഹ്നങ്ങളില്, ഭാഷകളിലൊക്കെ അതിന്റെ അർത്ഥങ്ങളിൽ വരുന്ന ഡിഫറൻസസ് മൂലം ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ബാരിയേഴ്സ് ക്യാൻ ലീഡ് ടു മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ്. അതായത് ഇത്തരത്തിൽ സെമാന്റിക് ബാരിയേഴ്സ്, ഇപ്പൊ ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കി എടുക്കുന്ന രീതി, അതിന്റെ വാക്കുകളിലെ അർത്ഥം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സിംബലുകളിലെ അർത്ഥം രണ്ടു കൂട്ടരും രണ്ടായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരാൾ വേറൊരു അർത്ഥത്തിൽ പറയുന്നു, അത് കേൾക്കുന്ന ഒരാള് വേറൊരു മീനിങ്ങിലാണ് എടുക്കുന്നതെങ്കിൽ എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും മിസ്ഇന്റർപ്രിറ്റേഷൻസും ഒക്കെ ഉണ്ടാകും. ഇപ്പൊ എക്സാമ്പിളുകൾ പറഞ്ഞാൽ, എക്സാമ്പിൾസ് ഇൻക്ലൂഡ് യൂസിങ് ആംബിഗ്യുവസ് ലാംഗ്വേജ്, ടെക്നിക്കൽ ജാർഗൻസ്, അൺഫെമിലിയർ ടെർമിനോളജീസ്. ഇപ്പം ക്ലിയർ അല്ലാത്ത ഒരു ആംബിഗ്യൂറ്റി ഉള്ള ഭാഷകൾ സംസാരിക്കുക, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ജാർഗൻസ് എന്ന് പറഞ്ഞാൽ പദപ്രയോഗങ്ങൾ. ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് പറയുക, ആ പറയുന്ന വ്യക്തിക്ക് അറിയാം, പക്ഷെ കേൾക്കുന്ന ആൾക്ക് അത് അത്ര അറിയില്ലെങ്കിൽ അങ്ങനെ ഒരു ബാരിയർ അവിടെ ക്രിയേറ്റ്. അതുപോലെ അൺഫെമിലിയർ ടെർമിനോളജീസ്, ചില വേർഡുകൾ പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു അബ്രിവേഷൻസ് അറിയില്ല, ചില ടേംസുകൾ അറിയില്ല. അപ്പം ഫെമിലിയർ അല്ലാത്ത വേർഡ്സുകൾ പറയുക, അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ രണ്ട് കൂട്ടരുടെയും അർത്ഥങ്ങളിൽ വരുന്ന വ്യത്യാസം, അതിൽ നിന്നും ഉണ്ടാവുന്ന തടസ്സങ്ങളാണ് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? യൂസ് ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ്. വളരെ വ്യക്തമായിട്ട് കൺസൈസ് ആയിട്ടുള്ള, ചുരുക്കി രണ്ടു കൂട്ടർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് എക്സ്പ്ലനേഷൻസ്. ഇപ്പം ഒരു വാക്ക് പറഞ്ഞു, മറ്റേ ആൾക്ക് മനസ്സിലായില്ല, അതെന്താന്നുള്ളത് കൃത്യമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്നതാണ് പറഞ്ഞത്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, താങ്കൾ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി എന്നുള്ളത് ക്ലിയർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കൺഫേം അണ്ടർസ്റ്റാൻഡിങ്. പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് എടുക്കുക, അത് ഉറപ്പുവരുത്തുക അയാൾക്കത് മനസ്സിലായി. റിസീവറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം മനസ്സിലായി എന്നുള്ളൊരു ഉറപ്പ് വരുത്തുക. അപ്പൊ ഇത്രയാണ് സെമാന്റിക് ബാരിയേഴ്സ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, സിംബലുകള്, ഭാഷകളിൽ നിന്ന് അർത്ഥവ്യത്യാസങ്ങളിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ് മൂലം സംഭവിക്കുന്ന ഒബ്സ്റ്റക്കിൾസ് ആണ് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ലാംഗ്വേജ് ബാരിയേഴ്സ്. പേര് പോലെ തന്നെ നമുക്കറിയാം, ഭാഷ. രണ്ടു കൂട്ടർക്കും അറിയാത്ത ഭാഷകളിൽ പരസ്പരം സംസാരിച്ചാൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ്. ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂൾ ആണ്, അല്ലെ? ലാംഗ്വേജ് ഈസ് എ പവർഫുൾ ടൂൾ, ബട്ട് വെൻ പീപ്പിൾ സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ് ഓർ ഹാവ് ലിമിറ്റഡ് പ്രൊഫിഷ്യൻസി, കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബിക്കം ചാലഞ്ചിങ്. രണ്ട് വ്യക്തികൾ, ഒരാൾ മലയാളം പറയുന്നു, മറ്റൊരാൾ ഹിന്ദി പറയുന്നു, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ അറിയില്ല. അപ്പൊ ഡിഫറെന്റ് ലാംഗ്വേജസ് സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്നതാണ് ലാംഗ്വേജ് ബാരിയേഴ്സ്. അല്ലെങ്കിൽ പ്രൊഫിഷ്യൻസി കുറവായിരിക്കും, കുറച്ചേ അറിയത്തുള്ളൂ. ഇംഗ്ലീഷ് വലുതായിട്ട് അറിയാത്ത ഒരു വ്യക്തിയോട് ഹൈ ലെവലിൽ പ്രൊഫഷണൽ ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പോയാൽ
നടക്കുമോ? ഇല്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അവിടെ ചലഞ്ചിങ്. അപ്പോൾ ലാംഗ്വേജ് ഒരു പവർഫുൾ ടൂളാണ്. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസ് തമ്മിൽ സംസാരിക്കുന്ന വ്യക്തികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ഭാഷകൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന തടസ്സമാണ് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത്. ദീസ് ബാരിയേഴ്സ് ഇൻക്ലൂഡ് ഡിഫറൻസസ് ഇൻ നേറ്റീവ് ലാംഗ്വേജസ്, ഡയലക്ട്സ് ആൻഡ് ജാർഗൺസ്. അതായത് പ്രാദേശിക ഭാഷ ഉപയോഗിക്കത്തില്ലേ? ഇപ്പൊ കണ്ണൂരും കാസർഗോഡ് സംസാരിക്കുന്ന ഭാഷ വേറൊരു സ്ഥലത്ത് പത്തനംതിട്ട ജില്ലയിൽ വന്ന് പറയുകയാണെങ്കിൽ ചില പ്രാദേശിക ഭാഷകളിലുള്ള വ്യത്യാസമുണ്ട്, നമുക്ക് മനസ്സിലാവില്ല. അവർ വേറൊരു രീതിയിൽ പറയുന്ന ഭാഷയാണ് ഡയലക്ട്സ്. അതായത് നേറ്റീവ് ലാംഗ്വേജസ്, ഓരോ സ്ഥലങ്ങളിൽ സംസാരിക്കുന്ന ചില ഭാഷകളുണ്ട്. അത്തരത്തില് പ്രാദേശിക ഭാഷകള്, പദപ്രയോഗങ്ങള്, അങ്ങനത്തെയും വ്യത്യാസങ്ങൾ ഈ ലാംഗ്വേജ് ബാരിയേഴ്സിൽ ഉൾക്കൊള്ളും. ഓക്കെ. മിസ്ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കൺഫ്യൂഷൻ ക്യാൻ എറൈസ്, ഹിൻഡറിങ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാത്ത ഒരു നേറ്റീവ് ലാംഗ്വേജ് വേറെ ഒരു നാട്ടുകാർ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, എന്താണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അങ്ങനെ വരുമ്പോഴും ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് തടസ്സമായിരിക്കും, അത് ഹിൻഡർ ചെയ്യും, തടസ്സപ്പെടുത്തും. എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് രണ്ടു കൂട്ടർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. പ്രൊവൈഡ് വിഷ്വൽ എയ്ഡ്സ്. ഇപ്പൊ ഒരു കാര്യം അറിയില്ല, അപ്പം എന്തെങ്കിലും ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെക്നോളജി ഹൈ ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഭാഷകൾ അറിയത്തില്ലെങ്കിൽ പോലും ഗൂഗിൾ ട്രാൻസ്ലേറ്റേഴ്സ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയും. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പൊ ഹിന്ദി അറിയാത്ത ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യണം. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ്, ഇതൊക്കെ ഒരു ബാരിയേഴ്സ് ആണ് അല്ലെ? അപ്പൊ വിഷ്വൽ എയ്ഡ്സ്, എന്തെങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാവാത്ത ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ ഓർമ്മത്തിന്റെ ഡയഗ്രാംസോ അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഷ്വൽ ഇത് കാണിക്കാം. ട്രാൻസ്ലേഷണൽ ടൂൾസ്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് അറിയില്ല ഒരു പരിധി വരെ അവരെന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾക്ക് ട്രാൻസ്ലേഷണൽ ടൂൾസ്, ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇമോഷണൽ ബാരിയേഴ്സ് ആണ്. ഇമോഷണൽ ബാരിയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് കമ്മ്യൂണിക്കേഷനിൽ വരുത്തുന്നത്. ഇമോഷൻസ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ. വെൻ ഇൻഡിവിജ്വൽസ് ആർ overwhelmed by emotions such as anger, fear or sadness, it can hinder their ability to express themselves clearly or listen attentively. നമ്മൾ പറയത്തില്ലേ, വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വളരെ ദേഷ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പേടിച്ചരണ്ടിരിക്കുന്ന ഒരു വ്യക്തി, എത്തരത്തിലുള്ള ഇമോഷൻസ് കൊണ്ട് അങ്ങ് ബുദ്ധിമുട്ടിയിരിക്കുന്ന വ്യക്തികളോട് പോയി സംസാരിച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കില്ല. ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ദേഷ്യത്തിൽ, ആ അപ്പോഴത്തെ ഉള്ളൊരു ഇമോഷണൽ ആ ഒരു അവസ്ഥയിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് മൊത്തത്തിൽ കാര്യങ്ങൾ, സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ട് മാറും. അപ്പൊ ഇമോഷൻസ് കമ്മ്യൂണിക്കേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും. ഇപ്പൊ ഇൻഡിവിജ്വൽസിന് ഇപ്പൊ പേടിയോടുകൂടി അല്ലെങ്കിൽ വളരെ സങ്കടത്തിലും ദേഷ്യത്തിലും ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് അവർക്ക് കുറച്ച് സമയം കൊടുക്കുക, അവരുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറുക. അപ്പൊ ആ സമയത്ത് പോയി നമ്മൾ സംസാരിക്കാനൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല, അവര് അറ്റൻഡ് ആയിട്ട് ലിസൺ ചെയ്യുകയുമില്ല, തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഇമോഷണൽ ബാരിയേഴ്സ് ക്യാൻ ഓൾസോ അറൈസ് ഫ്രം പ്രീവിയസ് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ലീഡിംഗ് ടു ഡിഫെൻസീവ് ഓർ ഗാർഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നേരത്തെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ അല്ലാതെ തന്നെ നേരത്തെ ആ വ്യക്തിയോട് സംസാരിച്ച സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വ്യക്തിയോട് സംസാരിക്കാൻ പോകുമ്പം നമുക്കൊരു ഡിഫെൻസീവ് ആണ്, ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ വാക്കുകളൊക്കെ വളരെ ചുരുക്കി അല്ലെ, നമ്മൾ കുറച്ച് ഒരു ഗാർഡ്, ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്ത് ഫുള്ളായിട്ടൊന്നും പറയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. എങ്ങനെ അവർ റിയാക്ട് ചെയ്യും, എന്തായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുള്ള റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ഗാർഡഡ് ആയിട്ട് ഡിഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയും ഇമോഷണൽ ബാരിയേഴ്സ് പ്രീവിയസ് ആയിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസസിൽ നിന്ന് നേരത്തെ ആ വ്യക്തിയോട് സംസാരിക്കാൻ പോയി കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് വളരെ മോശമാണെങ്കിൽ പിന്നീട് അവരോട് സംസാരിക്കാൻ നമുക്ക് തോന്നുമോ? ഇല്ല. സംസാരിക്കേണ്ടി വന്നാൽ പോലും നമ്മൾ ഫുള്ളായിട്ട് പറയുമോ? ഇല്ല. കുറച്ച് ഒന്ന് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താ അങ്ങനത്തെ ഉള്ളൊരു ടോക്കിൽ മാത്രം നമ്മൾ അവസാനിപ്പിക്കും. അപ്പൊ അങ്ങനെയും ഇമോഷണൽ ബാരിയേഴ്സ് നമുക്ക് ഉണ്ടാകാം. എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വൈകാരിക ബുദ്ധി, അതായത് തന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ വികാരങ്ങൾ, ഇപ്പൊ സ്വന്തം
സ്വന്തം ഇമോഷൻസും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഒക്കെ ഒന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും ആ ഒരു ഇമോഷൻസിനെ ഫലപ്രദമായി ഒന്ന് നിയന്ത്രിക്കാനും ഒക്കെ ഉപയോഗിക്കാനുള്ള നിയന്ത്രിക്കാനും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാനുള്ള ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ്, ഒരു വൈകാരിക ബുദ്ധി, അതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അത് ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ ഒരാൾ ദേഷ്യത്തിൽ സംസാരിച്ചാലും അയാൾ ദേഷ്യത്തിൽ ഇരുന്നത് കൊണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വിഷമത്തിൽ ഇരുന്നത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മളുടെ സ്വന്തമായിട്ടുള്ള വികാരങ്ങളെ തിരിച്ചറിയാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ, അവർ ദേഷ്യത്തിലായിരുന്നു അല്ലെങ്കിൽ വിഷമത്തിലായിരുന്നു അല്ലെങ്കിൽ ആങ്സൈറ്റി വെപ്രാളത്തോടെ ഇരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പേടിച്ചരണ്ട ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അത്തരത്തിൽ അവർ ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാനും അത് മനസ്സിലാക്കിക്കൊണ്ട് ഫലപ്രദമായി അതൊന്ന് നിയന്ത്രിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ്, വൈകാരിക ബുദ്ധി, അതാണ് എന്ത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ ക്രിയേറ്റ് എ സേഫ് സ്പേസ്. നമ്മളൊരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ അവര് ഇന്നൊരു ഇമോഷൻസിൽ ഇരിക്കുക, ഭയങ്കര വിഷമം അല്ലെ ദുഃഖം സാഡ്നെസ് ആണെങ്കിൽ നമ്മൾ അവർക്കൊരു സമയം കൊടുക്കുക, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോവാം. പിന്നെ പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് എംപതി. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒരാളെ കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുക, പൂർണ്ണമായി അവരെന്താണ് പറയാനുള്ളത് അത് മൊത്തത്തിൽ പൂർണ്ണമായിട്ട് അത് കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി ചിന്താപൂർവ്വം പ്രതികരിക്കുക. അത് മൊത്തത്തിൽ കേൾക്കുക. അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ഒരു തവണ ഒന്ന് ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും ദേഷ്യപ്പെടാൻ വന്നാൽ അത് വലിയൊരു ഫൈറ്റ്, കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിട്ട് മാറും. അല്ല, അവിടെ അവർക്കൊരു അവസരം കൊടുക്കുക. അവർ പറയുന്ന കാര്യങ്ങളെ മൊത്തം ആയിട്ടൊന്ന് പൂർണ്ണമായിട്ട് ശ്രദ്ധയോടെ ക്ഷമയോടുകൂടിയൊക്കെ ഒന്ന് കേട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നിട്ട് അതൊന്ന് മനസ്സിൽ ഉൾക്കൊണ്ട് ചിന്താപൂർവ്വം ഒന്ന് ആലോചിച്ച് അതിനൊന്ന് പ്രതികരിക്കുക. അതിന് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അതാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതുപോലെ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? സഹാനുഭൂതി. അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങളും നമ്മളുടെ വിഷമങ്ങളാണെന്നുള്ള രീതിയിൽ ഉൾക്കൊണ്ട് കൂടുള്ള ഹ്യൂമൻ ബീങ്സിനോട് ഒരു സഹാനുഭൂതിയോടുകൂടി അവരുടെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നമ്മളുടേതായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു എമ്പതറ്റിക് ആയിട്ട് നമ്മൾ പെരുമാറണം, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഇമോഷണൽ ബാരിയേഴ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പെർസെപ്ച്വൽ ബാരിയേഴ്സ് ആണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെപ്ച്വൽ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, നമ്മുടെ കാഴ്ച, കേൾവി, ടച്ച്, ഫീലിംഗ്, സ്പർശനം, ഈ ഒരു രീതിയിൽ ഉള്ള ബാരിയേഴ്സ് ആണ് പെർസെപ്ച്വൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഒരു മെസ്സേജസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഏത് രീതിയിലാണ് ഒരാൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഏത് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതും കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെർസെപ്ഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഹൗ വി ഇന്റർപ്രറ്റ് മെസ്സേജസ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ഇൻഡിവിജ്വൽസ് ഹാവ് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്, ബയാസസ് ഓർ പ്രീ കൺസീവ്ഡ് നോഷൻസ് ദാറ്റ് ഡിസ്റ്റോർട്ട് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് വ്യക്തികൾക്ക് പല രീതിയിലുള്ള വ്യൂ പോയിന്റ്സ് ആണ്. ഒരു സബ്ജക്റ്റിൽ ചിലപ്പം പലർക്കും പല കാഴ്ചപ്പാടുകളാണ്, തെറ്റിദ്ധാരണകളാണ്, അല്ലെങ്കിൽ ഓൾറെഡി മുൻകൂട്ടി മുൻധാരണകൾ ഉണ്ടായിരിക്കും, പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള നോഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കില്ല. കാരണം ഓൾറെഡി ആ ഇന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഓൾറെഡി ജഡ്ജ്മെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ഇതുപോലെയാണ്. അപ്പൊ ഒരാൾ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഓൾറെഡി അവരുടെ മനസ്സിൽ വേറൊരു കാര്യമാണ്, അതിന്റെ വ്യൂ പോയിന്റ് വേറെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവില്ല. അസംഷൻസ്, സ്റ്റീരിയോടൈപ്പ്, സെലക്റ്റീവ് ലിസണിങ് ദാറ്റ് ക്യാൻ ഹിൻഡർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഊഹാപോഹങ്ങൾ, അസംഷൻസ്, സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരാളെ വെച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ തന്നെ എല്ലാം ഇതുപോലെ തന്നെയാണ് സ്റ്റീരിയോടൈപ്പ് ചെയ്യുകയാണ്. അതുപോലെ സെലക്റ്റീവായിട്ട് അവർക്ക് കേൾക്കേണ്ട കാര്യങ്ങളെ മാത്രം കേൾക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും എന്താണ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ ഹിൻഡർ ചെയ്യും, അല്ലെ? മുൻധാരണകൾ വെച്ചുകൊണ്ട് ഒരാളോട് പെരുമാറുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ ബാധിക്കും. കാരണം ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിലുള്ളവരെല്ലാം അതുപോലെ തന്നെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറുക. അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ഇത് നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥിര സങ്കല്പമാണ്. ഇപ്പം വസ്തുതകളെയോ ഫാക്ട്സോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ ഒന്നും തന്നെ ആഴത്തിൽ മനസ്സിലാക്കാതെ പൊതുവെ എല്ലാവരെയും കുറിച്ചും ഒരേപോലെ ചിന്തിക്കുക. ഇപ്പോൾ വ്യക്തികളുടെ ഒരു ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം, വസ്തുതകൾ എന്താണ്, അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് ഒന്നും തന്നെ ആഴത്തിൽ മനസ്സിലാക്കാതെ പൊതുവെ ഉള്ളൊരു എല്ലാവരും ഇതുപോലെയാണ്, എല്ലാവരെ കുറിച്ചും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു രീതിയാണ്
എന്ത് ഈ ഒരു സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. അതുപോലെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ആക്റ്റീവ് ലിസണിങ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കുക. റെക്കഗ്നൈസ് ആൻഡ് ചാലഞ്ച് ബയാസസ്. എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ, എറേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അത് തിരുത്തി അത് ചലഞ്ച് ചെയ്യുക. അത് അതുപോലെ അല്ല, ഇന്നതാണ് കാര്യം എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, അല്ലേ? ബയാസസ്, പക്ഷാപാതങ്ങൾ അല്ലെങ്കിൽ മുൻവിധി, മുൻധാരണ, ഇത്തരത്തിൽ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യുക, ചലഞ്ച് ചെയ്യുക, അത് അതുപോലെ അല്ല എന്ന് പറയാം. പിന്നെ പ്രൊമോട്ട് ഓപ്പൺ ഡയലോഗ്, അതായത് ഓപ്പൺ ആയിട്ട് കോൺവെർസേഷൻ, നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. ഇനി അതുപോലെ നെക്സ്റ്റ് കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ട്. കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ ഓർഗനൈസേഷനിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം cultural diversity enriches our world, but it can also pose obstacles to effective communication. പല കൾച്ചർ, പല സംസ്കാരത്തിൽ നിന്ന് വളർന്നു വരുന്നവർ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമ്മളുടെ ലോകത്തിന് എൻറിച്ച്മെന്റ് ആണെങ്കിലും പക്ഷെ കമ്മ്യൂണിക്കേഷന്റെ കേസ് വരുമ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. ഡിഫറെന്റ് കൾച്ചറൽ നോംസ്, വാല്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ക്യാൻ ലീഡ് ടു മിസ്കമ്മ്യൂണിക്കേഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. പല കൾച്ചറൽ നോംസ്, അവർ കൊടുക്കുന്ന വാല്യൂസ്, ഓരോ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകൾ, ഇതൊക്കെ എന്താണ്? മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ലീഡ് ചെയ്യും. എങ്ങനെ ഓവർകം ചെയ്യാം? ഡെവലപ്പ് കൾച്ചറൽ കോമ്പീറ്റൻസ്. അതായത് കൾച്ചറൽ കോമ്പീറ്റൻസ്, പ്രാക്ടീസ് ആക്റ്റീവ് കൾച്ചറൽ ലിസണിങ്, അതുപോലെ സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് ക്ലാരിഫിക്കേഷൻ. അപ്പം ആദ്യം തന്നെ കൾച്ചറൽ കോമ്പീറ്റൻസ്. കൾച്ചറൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറൽ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഫലപ്രദമായിട്ടൊന്ന് ഇടപഴകാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവ്. ഇപ്പൊ പല കൾച്ചേഴ്സിൽ നിന്ന് വരുന്ന വ്യക്തികളായിരിക്കും. അവർ ഫോളോ ചെയ്തിട്ടുള്ള ജീവിത രീതികൾ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകളെല്ലാം വ്യത്യാസമാണ്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പല സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകാനുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് കൾച്ചറൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നേരത്തെ ഇപ്പോൾ ആക്റ്റീവ് കൾച്ചറൽ ലിസണിങ്, പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി ഒന്ന് കേൾക്കുക. അതുപോലെ ഫീഡ്ബാക്ക് ആൻഡ് ക്ലാരിഫിക്കേഷൻ. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ റെസ്പോൺസ്, അതൊന്ന് സീക്ക് ചെയ്യുക, അതുപോലെ അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ. ഇനി ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് റെഫർ ടു എലമെന്റ്സ് ദാറ്റ് ഒബ്സ്ട്രക്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ഡിസ്റ്റൻസ്, നോയ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇപ്പം ദൂരം, അല്ലേ? ഒരു വ്യക്തി ഇപ്പൊ 10 കിലോമീറ്റർ അപ്പുറം നിന്ന് ഇങ്ങനെ സംസാരിച്ചാൽ കേൾക്കും. ഇപ്പം വേറെ എന്താണ്, ഇപ്പോൾ ഒരു ലൗഡ് സ്പീക്കേഴ്സ് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ദൂരം കൂടുന്നതനുസരിച്ച് കൃത്യമായിട്ട് മെസ്സേജസ് കിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ ബാരിയർ ആണ് ഡിസ്റ്റൻസ്. പിന്നെ നോയ്സ്, ഓവർ നോയ്സ്, ലൗഡ് നോയ്സ്, മറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇൻ ടുഡേസ് ഡിജിറ്റൽ ഏജ്, വിർച്വൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം ഇൻക്രീസിംഗ്ലി പ്രിവലന്റ്, ഇൻട്രൊഡ്യൂസിംഗ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് ഫിസിക്കൽ ബാരിയേഴ്സ് ഇൻക്ലൂഡിംഗ് ടെക്നോളജിക്കൽ ഗ്ലിച്ചസ് ആൻഡ് കണക്ടിവിറ്റി ഇഷ്യൂസ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ ഏജിൽ വിർച്വൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഒരു സ്ഥലത്തിരുന്നാൽ മതി, ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അതിന് തന്നെ വിർച്വൽ കമ്മ്യൂണിക്കേഷനും അതിൻ്റെതായിട്ടുള്ള സെറ്റ് ഓഫ് ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ടെക്നോളജിക്കൽ ഗ്ലിച്ചസ്. ഇപ്പം സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും കണക്ടിവിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ നെറ്റിന്റെ അപാകത, ടെക്നോളജിക്കൽ ഗ്ലിച്ചസ് ഒക്കെ വരുമ്പോഴും വിർച്വൽ കമ്മ്യൂണിക്കേഷന്റെ കേസിലും ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് ഈ പറയുന്ന ടെക്നോളജിക്കൽ ഗ്ലിച്ചസും കണക്ടിവിറ്റി ഇഷ്യൂസും ഒക്കെ. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ചൂസ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ്. അതായത് ഇത്തരത്തിലുള്ള നോയ്സുകൾ, വലിയ സൗണ്ട് പൊല്യൂഷൻ ഒന്നും, നോയ്സ് ഒന്നും കേൾക്കാത്തൊരു റൂമിലിരിക്കുക. ടെസ്റ്റ് ടെക്നോളജി. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ കണക്ഷൻ ഒക്കെ ഓക്കെ ആണോ, സൗണ്ട് ഒക്കെ ഓക്കെ ആണോ, റെക്കോർഡിംഗ് വരുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. ഇനിയുള്ളത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് occur when either the sender or the receiver of a message faces challenges expressing or comprehending communication due to physiological conditions. അതായത് ഇത് രണ്ട് കൂട്ടർക്കും വരാം ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. സെൻഡറിനും വരാം, റിസീവറിനും. ഇപ്പം സെൻഡറിനും റിസീവറിനും എന്തെങ്കിലും ചലഞ്ചുകൾ ഫേസ് ചെയ്യുന്ന വ്യക്തിയാണ്, അതായത് ഫിസിയോളജിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ്. ഇപ്പം അവർക്ക് അവരുടെ രീതി എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളെ ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യാനോ ഒന്ന് വിശദമാക്കി കൊടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ. അതായത് ഇപ്പം ഡിസ്ലെക്സിയ, നെർവ് ഡിസോർഡേഴ്സ്, ഇപ്പം ചില ആളുകൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് അല്ലെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവര് അല്ലെങ്കിൽ ഇപ്പൊ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് റിസീവ് ചെയ്യാനോ ഒക്കെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ടീഷൻസിൽ കൂടി പോകുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അക്കോമഡേഷൻസ് ആൻഡ്
അസിസ്റ്റീവ് ഡിവൈസസ്, ഇപ്പൊ കേൾവി പരിമിതി ഉള്ളവർക്കാണെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്കുടേതായിട്ടുള്ള ആംഗ്യ ഭാഷകൾ, അപ്പൊ അത്തരത്തിലുള്ള ഇത് ഉപയോഗിക്കാം. പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ചിലവർക്ക് ഇപ്പൊ വിക്ക് ഉണ്ടായിരിക്കും. ആ വിക്ക് ഉള്ളവർക്ക് ഇപ്പം അവർ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ച് സമയം വേണം. അപ്പൊ അവരെ ഇങ്ങനെ ക്ഷമയോടുകൂടി നമ്മൾ കേൾക്കുക, അവർക്കൊരു സമയം കൊടുക്കുക. പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ക്ഷമയോടുകൂടി അത് മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എഴുതി കാണിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ കാണിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോസ് കാണിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ബോഡി ലാംഗ്വേജസോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സോ സിമ്പിൾസോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയുമാണ് നമ്മളുടെ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു.